Warm welcome, my dear CMA students. It's me, Dr. CMA Sanal Swaminathan. ഞാൻ ഇന്ന് CMA ഫൈനൽ ഫോർത്ത് ഗ്രൂപ്പിലെ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന പേപ്പർ നമ്പർ 17 ആയിട്ടുള്ള കോസ്റ്റ് ഓഡിറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഡിറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഡെമോ സെഷൻസ് ആണ് ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. ഒരുപാട് സ്റ്റുഡൻസ് റെക്കോർഡ് ക്ലാസ്സസിന് വേണ്ടി എന്നെ വിളിക്കുന്നുണ്ട്. അതിനൊരു പരിഹാരം എന്ന രീതിയിൽ ഇന്നു മുതൽ റെക്കോർഡ് സെഷൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിൻ്റെ ഒരു ഡെമോ സെഷൻസ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. കോസ്റ്റ് ഓഡിറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഡിറ്റിൻ്റെ എങ്ങനെയാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക, ഏതൊക്കെ സെഷൻസ് ആണ് ഇവിടെ നമുക്ക് കവർ ചെയ്യാനുള്ളത്, ഇതിനെക്കുറിച്ചിട്ടും ഒരു ഒന്നാമത്തെ സ്റ്റഡി നോട്ടിനെ കുറിച്ചിട്ടുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുക. റെക്കോർഡ് ക്ലാസ്സസ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മോർ വീഡിയോസ് ഇനി ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഇനീഷ്യൽ സ്റ്റേജ് എന്ന രീതിയിൽ നമുക്ക് കോസ്റ്റ് ഓഡിറ്റിൽ 4 സെഷൻസാണ് മെയിനായിട്ട് കോസ്റ്റ് ഓഡിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. 2016 സിലബസിൽ 4 സെഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ അവസാനത്തെ ഡി സെഷൻ അവിടെ നമുക്ക് പ്രോബ്ലം ഏരിയാസ് ആയിരുന്നു, കേസ് സ്റ്റഡീസ് ആയിരുന്നു. അത് റിമൂവ് ചെയ്ത് ഇപ്പോൾ 4 സെഷൻസ്, 4ാമത്തെ സെഷൻ ഫോറൻസിക് ഓഡിറ്റ് ആൻഡ് AML എന്ന് വിളിക്കുന്ന ആൻറ്റി മണി ലോണ്ടറിങ് ആക്റ്റും കൂടെ കൂട്ടി ഇപ്പോൾ 4 സെഷൻസാണ് കോസ്റ്റ് ഓഡിറ്റിൽ നമുക്കുള്ളത്. ഒന്നാമത്തെ സെഷൻ കോസ്റ്റ് ഓഡിറ്റ് 50 മാർക്കിൻ്റെ ഏരിയ ആണ്. കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്ന ഏരിയ 50 മാർക്കിൻ്റെ ഏരിയ. ദെൻ 25 മാർക്കിന് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. പഴയ സിലബസിൽ മാനേജ്മെൻറ്റ് ഓഡിറ്റ് 15 മാർക്കിനായിരുന്നു. ഇപ്പോൾ പുതിയ സിലബസിൽ 2022 സിലബസിൽ മാനേജ്മെൻറ്റ് ഓഡിറ്റ് 25 മാർക്കിനാണ്. ദെൻ ഇൻറ്റേർണൽ ഓഡിറ്റ് 15 മാർക്കിന്. ഇത് കൂടാതെ പുതിയ സെഷൻസ് ആയിട്ടുള്ള ഫോറൻസിക് ഓഡിറ്റ് ആൻഡ് ആൻറ്റി മണി ലോണ്ടറിങ് ആക്ട് 10 മാർക്കിന് വന്നിട്ടുണ്ട്. ഇതിൽ കോസ്റ്റ് ഓഡിറ്റ് നേരത്തെ പഴയ സിലബസിലും 50 മാർക്കായിരുന്നു, ഇപ്പോഴും 50 മാർക്ക് തന്നെ. അതിൽ തിയറി പ്ലസ് പ്രോബ്ലംസ് ആണ് നമുക്കുള്ളത്. തിയറിയും ഉണ്ട്, പ്രോബ്ലംസും ഉണ്ട്. മെയിനായിട്ട് കോസ്റ്റ് ഓഡിറ്റിൽ നമുക്ക് കവർ ചെയ്യേണ്ടത് 8 ചാപ്റ്റേഴ്സാണ്, 8 സ്റ്റഡി നോട്ടാണ് മെയിനായിട്ട് കവർ ചെയ്യേണ്ടത്. അതിലെ ഒന്നാമത്തെ സ്റ്റഡി നോട്ട് ദാറ്റ് ഈസ് ബേസിക്സ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് ആണ്. എന്താണ് കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്ന ബേസിക് ഏരിയ ആണ്. കോസ്റ്റ് ഓഡിറ്റ് എവിടെയാണ് അപ്ലൈ ചെയ്യുക, ഏതൊക്കെ ഏരിയാസിലാണ് ഇതിൻ്റെ ആപ്ലിക്കബിലിറ്റി, കോസ്റ്റ് ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവിനെ കുറിച്ച്, കോസ്റ്റ് ഓഡിറ്റിൻ്റെ റെലവൻസിനെ കുറിച്ചിട്ടൊക്കെയുള്ള മെയിനായിട്ടുള്ള ബേസിക് പാർട്ടാണ് നമുക്ക് ഒന്നാമത്തെ സ്റ്റഡി നോട്ടിലുള്ളത്. രണ്ടാമത്തെ സ്റ്റഡി നോട്ട് കമ്പനീസ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂൾ 2014 ആണ്. 2014 ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പനീസ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂൾ 2014 കുറിച്ച് പറയണം. അതായത് കോസ്റ്റ് ഓഡിറ്റിൻ്റെ ആപ്ലിക്കബിലിറ്റി, കോസ്റ്റ് ഓഡിറ്റ് എവിടെയാണ് അപ്ലൈ ചെയ്യുക, എത്ര ടേൺ ഓവർ ലിമിറ്റ് കവർ ചെയ്താൽ കോസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യണം, അതിനുവേണ്ടി കോസ്റ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ലിമിറ്റ്, കോസ്റ്റ് ഓഡിറ്റിൻ്റെ ഫോംസ്, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ചിട്ടാണ് സെക്കൻഡ് സ്റ്റഡി നോട്ടിൽ പറയുക. തേർഡ് സ്റ്റഡി നോട്ടിൽ കോസ്റ്റ് ഓഡിറ്ററാണ്. അതായത് CMA ഫൈനൽ എക്സാം പാസ്സാകുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെ ക്ലയൻറ്റിന് മുമ്പിൽ അപ്പിയർ ആവണം, എന്തൊക്കെയാണ് ഒരു കോസ്റ്റ് ഓഡിറ്റർക്കുള്ള എത്തിക്സ്, ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റ് എന്തൊക്കെ ഫോളോ ചെയ്യണം തുടങ്ങി ഒരു കോസ്റ്റ് ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചും പ്രൊഫഷണൽ എത്തിക്സിനെ കുറിച്ചും പറയുന്ന ചാപ്റ്ററാണ് സ്റ്റഡി നോട്ട് 3. ഇവിടെ നിന്നും എപ്പോഴും ഒരു കേസ് ലോസ് എക്സാംസിന് വരാറുണ്ട്, എക്സാമിന് വരുന്നുണ്ട്. ഫോർത്ത് സ്റ്റഡി നോട്ടാണ് കോസ്റ്റ് ഓഡിറ്റിലെ ഏറ്റവും വലിയ ലെങ്തി സ്റ്റഡി നോട്ട്. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് മെയിനായിട്ടുള്ളത്. 24 കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഈ ഏരിയയിൽ കവർ ചെയ്യാനുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ 24 സ്റ്റാൻഡേർഡ്സും അതിൻ്റെ പ്രോബ്ലംസും എക്സാംസിന് ചോദിക്കുന്നുണ്ട്. സോ ഇത് കൂടാതെ കോസ്റ്റ് ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ് ആണ്. 4 സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ് ഉണ്ട്. ദെൻ കോസ്റ്റ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് വിളിക്കുന്ന ചെക്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള ചാപ്റ്റർ, കോസ്റ്റ് ഓഡിറ്റിൻ്റെ ഡോക്യുമെൻറ്റേഷൻ, ഓഡിറ്റ് പ്രോസസ്സ്, എക്സിക്യൂഷൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സിമ്പിൾ ചാപ്റ്റർ. ദെൻ പ്രിപ്പറേഷൻ ആൻഡ് ഫയലിംഗ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട്, MCAക്ക് എങ്ങനെയാണ് കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ഫയൽ ചെയ്യുക, അതിൻ്റെ ഫോർമാറ്റ്, ഈ കാര്യങ്ങൾ. ഈ 8 സ്റ്റഡി നോട്ടാണ് നമുക്ക് കോസ്റ്റ് ഓഡിറ്റിൻ്റെ ഇനീഷ്യൽ സെഷനിൽ ഉള്ളത്. ഫസ്റ്റ് സെഷനിൽ അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ഒന്ന് ദാറ്റ് ഈസ് 4ാമത്തെ സ്റ്റഡി നോട്ടാണ്. ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എക്സാമിന് ചോദിക്കും, അതേപോലെ പ്രോബ്ലം ചോദിക്കും. ദെൻ കോസ്റ്റ് ഓഡിറ്റർ എന്ന് പറയുന്ന 3ാമത്തെ സ്റ്റഡി നോട്ടിൽ നമുക്ക് കേസ് സ്റ്റഡീസ് വരും. അതേപോലെ തന്നെ നമുക്ക് 2ാമത്തെ സ്റ്റഡി നോട്ടിൽ നിന്നും കോസ്റ്റ് ഓഡിറ്റുമായി ബന്ധപ്പെട്ട് ഫോംസും റൂൾസും ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബേസിക് പാർട്ടിൽ നിന്നും കോസ്റ്റ് ഓഡിറ്റിൻ്റെ ആപ്ലിക്കബിലിറ്റിയെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരും.
ഇതുകൂടാതെ മിക്കപ്പോഴും എക്സാംസിന് കണ്ടുവരുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫയലിംഗ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ടു MC ആണ്. അതിൻ്റെ സ്റ്റെപ്സ് ആണ്. ഒരു കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് MCAക്ക് ഫയൽ ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സ് മിക്കപ്പോഴും എക്സാംസിന് കണ്ടുവരുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇതൊക്കെയാണ് ഈ പറയുന്ന ഫസ്റ്റ് സെഷനിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്യാനുള്ളത്. സെഷൻ B മാനേജ്മെൻറ്റ് ഓഡിറ്റ് ആണ്. മെയിനായിട്ട് 5 സ്റ്റഡി നോട്ടുകളാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഉള്ളത്. ഒന്നാമത്തെ സ്റ്റഡി നോട്ട് ബേസിക്സ് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് ആണ്. മാനേജ്മെൻറ്റ് ഓഡിറ്റിൻ്റെ ബേസിക് ഏരിയ ആണ്. എന്താണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്, എവിടെയാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് അപ്ലൈ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച്. നിങ്ങൾക്ക് അറിയാം, സാധാരണ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ പോഡ്സ്കോർപ്പ് എന്ന് പറയുന്നൊരു ടേം പണ്ട് നമ്മൾ പഠിക്കാറുണ്ട്. പ്ലാനിംഗ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ് എന്ന് വിളിക്കുന്ന 7 ഫങ്ഷണൽ ഏരിയാസ് ഉണ്ട്. ഈ 7 ഫങ്ഷണൽ ഏരിയാസിലാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് പെർഫോം ചെയ്യുക. അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഈ 7 ഏരിയാസാണ്. ഈ 7 ഫങ്ഷണൽ ഏരിയാസിനെ കുറിച്ച്, അതിലെ ഇമ്പ്രൂവ്മെൻറ്റ്സ്, അതിലെങ്ങനെ എഫിഷ്യൻസി കൂട്ടാം, എങ്ങനെ മോർ ഡിസിഷൻ മേക്കിംഗ് എടുക്കാം എന്നതിനെക്കുറിച്ചും, എന്തിനാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഒരു കമ്പനി ചെയ്യുന്നത്, ആരാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റർ റിപ്പോർട്ട്, പ്രോഗ്രാം, പ്രൊസീജിയർ തുടങ്ങിയ ഏരിയാസാണ് നമുക്ക് ഒന്നാമത്തെ സ്റ്റഡി നോട്ടിൽ പറയേണ്ടത്. 2 മാനേജ്മെൻറ്റ് റിപ്പോർട്ടിംഗ് ഇഷ്യൂസ് ആൻഡ് അനാലിസിസാണ്. ഒരു മാനേജ്മെൻറ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തൊക്കെ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്, ആ ഇഷ്യൂസിനെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം, അതാണ് നമുക്ക് സെക്കൻഡ് സ്റ്റഡി നോട്ടായിട്ട് പറയുന്നത്. തേർഡ് സ്റ്റഡി നോട്ട് മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഇൻ ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഏരിയാസ് ആണ്. ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഏരിയാസിൽ അപ്ലൈ ചെയ്യുന്ന മാനേജ്മെൻറ്റ് ഓഡിറ്റ്, അതായത് എനർജി ഓഡിറ്റ്, CSR ഓഡിറ്റ്, പ്രൊപ്രൈറ്റി ഓഡിറ്റ്, പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ് എന്നൊക്കെ വിളിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഓഡിറ്റുകളുണ്ട്. ആ ഓഡിറ്റുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ ഈ മൂന്നാമത്തെ സ്റ്റഡി നോട്ടിൽ പുതിയ 2-3 ഓഡിറ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ESC ഓഡിറ്റ് ഉണ്ട്, അതേപോലെ തന്നെ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ കൺട്രോൾ ഓഡിറ്റ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഓഡിറ്റ് ഉണ്ട്. ഈ ഓഡിറ്റൊക്കെ പുതുതായിട്ട് ഈ ചാപ്റ്ററിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവാലുവേഷൻ ഓഫ് കോർപ്പറേറ്റ് ഇമേജ് ആണ്. നമ്മൾ സാധാരണ മാനേജ്മെൻറ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണമെന്നുള്ള ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ആ ചെക്ക് ലിസ്റ്റ് പറയുന്ന ഏരിയ ആണ്. ഇതുകൂടാതെ ഇപ്രാവശ്യം പുതിയ സിലബസിൽ 2022 സിലബസിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന ഏരിയ ദാറ്റ് ഈസ് IT ഓഡിറ്റ് ആണ്. ദാറ്റ് ഈസ് ഇൻഫർമേഷൻ സിസ്റ്റം സെക്യൂരിറ്റി ഓഡിറ്റ് ആണ്. ഇപ്രാവശ്യം അത് ഏറ്റവും കൂടുതലായിട്ട് അതിന് നല്ല രീതിയിൽ തന്നെ 2022 സിലബസിൽ ഇൻഫർമേഷൻ സിസ്റ്റം സെക്യൂരിറ്റി ഓഡിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഈ 5 ചാപ്റ്റേഴ്സ് ചേർന്നിട്ടാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് വിളിക്കുന്ന രണ്ടാമത്തെ സെഷൻ. മൂന്നാമത്തെ സെഷൻ ഇൻറ്റേർണൽ കൺട്രോൾ, ഇൻറ്റേർണൽ ഓഡിറ്റ്, ഓപ്പറേഷണൽ ഓഡിറ്റ് ആൻഡ് റിലേറ്റഡ് ഇഷ്യൂസ് ആണ്. മെയിനായിട്ട് 3 ഏരിയാസാണ് അതിനകത്തുള്ളത്. ഒന്ന് ഇൻറ്റേർണൽ കൺട്രോൾ ആൻഡ് ഇൻറ്റേർണൽ ഓഡിറ്റ്. എന്താണ് ഇൻറ്റേർണൽ കൺട്രോൾ എന്നതിനെക്കുറിച്ചും ഇൻറ്റേർണൽ ഓഡിറ്റിനെ കുറിച്ചും പറയണം. അതേപോലെ കമ്പനീസ് ആക്ട് 2013 പ്രകാരമുള്ള ഓപ്പറേഷണൽ ഓഡിറ്റ്, അതേപോലെ തന്നെ ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെ പ്രൊവിഷൻസ് ഉണ്ട്. കമ്പനീസ് ആക്ട് 2013 പ്രകാരമുള്ള ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെ പ്രൊവിഷൻ, ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഏരിയാസിൽ അപ്ലൈ ചെയ്യുന്ന ഇൻറ്റേർണൽ ഓഡിറ്റ് ഉണ്ട്. ഡിഫറെൻറ്റ് സർവീസ് സെക്ടേഴ്സിൽ അപ്ലൈ ചെയ്യുന്ന ഇൻറ്റേർണൽ ഓഡിറ്റ്, ഹോട്ടൽ, ഹോസ്പിറ്റൽ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, NGO, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് തുടങ്ങിയ ഏരിയാസിൽ അപ്ലൈ ചെയ്യുന്ന ഇൻറ്റേർണൽ ഓഡിറ്റ് ഉണ്ട്. ഇവിടെ നിന്നും ഒരു ക്വസ്റ്റ്യൻ 100% എക്സാംസിന് ചോദിക്കുന്നുണ്ട്. ഉറപ്പായിട്ട് ഇവിടുന്ന് ഒരെണ്ണം 7 മാർക്കിന് എക്സാമിന് കയറി വരുന്നുണ്ട്. അതേപോലെ മിക്കപ്പോഴും കണ്ടുവരുന്നതാണ് ഓപ്പറേഷണൽ ഓഡിറ്റ് എന്ന് വിളിക്കുന്ന ഐറ്റം. അതേപോലെ തന്നെ കമ്പനീസ് ആക്ട് 2013 പ്രകാരമുള്ള നമ്മുടെ ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെ പ്രൊവിഷൻ, അതും എക്സാംസിന് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇതൊക്കെ അടങ്ങിയതാണ് സെഷൻ C പാർട്ട്. പുതുതായിട്ട് നമുക്ക് കോസ്റ്റ് ഓഡിറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഡിറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സെഷൻ D പാർട്ട് ഫോറൻസിക് ഓഡിറ്റ് ആണ്. നമുക്ക് നമ്മുടെ പുതിയ ഓഡിറ്റിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റിയാണ് ഫോറൻസിക് ഓഡിറ്റ്. ഒരു കമ്പനിയിൽ ഫ്രോഡ് നടക്കുന്ന സമയത്ത്, ഫ്രോഡ്, ഫിനാൻഷ്യൽ ക്രൈം, മാൽ പ്രാക്ടീസ് തുടങ്ങിയ എലമെൻറ്റ്സ് നടക്കുന്ന സമയത്ത് കണ്ടക്ട് ചെയ്യുന്ന ഓഡിറ്റാണ് ദാറ്റ് ഈസ് ഫോറൻസിക് ഓഡിറ്റ്. ആ ഫോറൻസിക് ഓഡിറ്റാണ് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്. ഇതുകൂടാതെ ആൻറ്റി മണി ലോണ്ടറിങ് ആക്ട് ഉണ്ട്, മണി ലോണ്ടറിങ്, അതുമായി ബന്ധപ്പെട്ട് PML ആക്ട്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ഉണ്ട്, അതുണ്ട്. ഈ 2 ഏരിയാസ് ചേർന്നിട്ടാണ് സെഷൻ D. മെയിനായിട്ട് കോസ്റ്റ് ഓഡിറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഡിറ്റിൽ 2016 സിലബസിൽ പ്രോബ്ലംസ് ആയിരുന്നു കൂടുതലും. അതായത് ഏകദേശം 5 പ്രോബ്ലംസോളം എക്സാംസിന് ചോദിക്കുമായിരുന്നു. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് പ്രോബ്ലംസ് ടെക്സ്റ്റിൽ കുറേ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. മെയിനായിട്ട് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അറിയേണ്ടത് അതിനെക്കുറിച്ചിട്ടാണ്. മെയിനായിട്ട് റേഷ്യോ അനാലിസിസിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. റേഷ്യോ അനാലിസിസ് നമുക്കറിയാം. റേഷ്യോ അനാലിസിസ് പണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. റേഷ്യോ അനാലിസിസിൻ്റെ പ്രോബ്ലം ഉണ്ട്. വേസ്റ്റ് മൾട്ടിപ്ലയർ എൻ്റെ പ്രോബ്ലം. ദെൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് അബ്നോർമൽ കോസ്റ്റ്, എങ്ങനെയാണ് അബ്നോർമൽ കോസ്റ്റ് ട്രീറ്റ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട് വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പ്രോഡക്റ്റിലേക്ക് ആഡ് ചെയ്തിരിക്കുന്ന വാല്യൂ അഡിഷനെ കുറിച്ച് അനലൈസ് ചെയ്യുന്ന പരിപാടി, റീകൺസിലേഷൻ ഓഫ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ആൻഡ് കോസ്റ്റ് റെക്കോർഡ്സ്, എക്സ്പോർട്ട് പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ്, സെല്ലിംഗ് പ്രൈസിൻ്റെ ഫിക്സേഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്, പ്രോഫിറ്റബിലിറ്റി അനാലിസിസ്, ക്യാപിറ്റൽ എംപ്ലോയ്ഡ്,
നെറ്റ്വർത്ത്, ഓണേഴ്സ് ഫണ്ട് തുടങ്ങി പ്രോബ്ലംസ് ആണ് ഇതിനകത്തുള്ളത്. ഇത് കൂടാതെ നമുക്ക് സ്റ്റാൻഡേർഡ്സിൻ്റെ പ്രോബ്ലം ഉണ്ട്. ഒരു 6 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സിൽ നിന്ന് നമുക്ക് പ്രോബ്ലംസ് എക്സ്പെക്റ്റ് ചെയ്യാം. CAS2 നിന്നും CAS4, CAS6, 7, 8, 10. ഇതിൽ CAS4 ദാറ്റ് ഈസ് ക്യാപ്റ്റീവ് കൺസംഷൻ ഇപ്രാവശ്യത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. CAS6 ഇൻവെൻട്രി മെറ്റീരിയൽ വാല്യൂഷൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ ഇത് എക്സ്പെക്റ്റ് ചെയ്യാൻ ഇത്രയും പ്രോബ്ലംസ് ആണ് നമുക്ക് ഈ ഏരിയാസിൽ കവർ ചെയ്യേണ്ടത്. ഇത്രയും ഏരിയാസാണ് മെയിനായിട്ട് പ്രോബ്ലമായിട്ട് കവർ ചെയ്യേണ്ടത്. നമുക്ക് കഴിഞ്ഞ എക്സാംസിന് 3 പ്രോബ്ലം ചോദിച്ചു, അതിന് മുമ്പ് 3 പ്രോബ്ലം ചോദിച്ചു. അപ്പോൾ ആ പ്രോബ്ലം പ്ലസ് തിയറി ഇതാണ് നമുക്ക് കവറപ്പ് ചെയ്യേണ്ട ഏരിയ. ദെൻ അതിൻ്റെ ബേസിക് പാർട്ടിൽ എന്താണ് കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുകയാണ്. കോസ്റ്റ് ഓഡിറ്റ് എന്താണെന്നുള്ള കേസിനെ കുറിച്ച് 4 പോയിന്റ് ഓഫ് വ്യൂവിൽ നിർത്തിക്കൊണ്ട് എന്താണ് കോസ്റ്റ് ഓഡിറ്റ് എന്നുള്ള ബേസിക് ഏരിയ ആണ് സ്റ്റഡി നോട്ട് 1 ബേസിക്സ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് പറയുന്നുണ്ട്, കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഈസ് എ വെരിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ of any product, service or activity on the basis of accounts maintained by an enterprises in accordance with the accepted principles of cost accounting. ഫസ്റ്റ് പറയുകയാണ്, കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ്. ഒരു പ്രോഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പ്രകാരം നമ്മളൊരു ബുക്സ് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഡിറൈവ് ചെയ്തിരിക്കുന്ന ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വേരിഫൈ ചെയ്യുന്ന സിസ്റ്റം ഓഫ് ഓഡിറ്റിനെ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് കോസ്റ്റ് ഓഡിറ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ പറയുന്നു. രണ്ടാമത്തത്, കോസ്റ്റ് ഓഡിറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ഓഫ് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് അതർ റിലേറ്റഡ് ഇൻഫർമേഷൻ ഓഫ് ആൻ എൻറ്റിറ്റി വിത്ത് എ വ്യൂ ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ ദെയർ ഓൺ. രണ്ടാമത് പറയുന്നു, കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ പ്രോസസ്സാണ്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, കോസ്റ്റ് റെക്കോർഡ്, അതുമായി ബന്ധപ്പെട്ട മറ്റുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇത് എക്സാമിൻ ചെയ്യുന്ന, അതുമായി ബന്ധപ്പെട്ട് ഒരു ഒപ്പീനിയൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ പ്രോസസ്സാണ് കോസ്റ്റ് ഓഡിറ്റ്. ഫസ്റ്റ് പറഞ്ഞു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വെരിഫൈ ചെയ്യുന്ന ഓഡിറ്റ് ആണെന്ന് പറഞ്ഞു. രണ്ടാമത്തത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, കോസ്റ്റ് റെക്കോർഡ്, അതുമായി ബന്ധപ്പെട്ട അതർ റിലേറ്റഡ് ഇൻഫർമേഷൻ ഇത് എക്സാമിൻ ചെയ്ത് ഒരു ഒപ്പീനിയൻ പ്രൊവൈഡ് ചെയ്യുന്ന ഓഡിറ്റാണ് കോസ്റ്റ് ഓഡിറ്റ്. ദെൻ CAMAയുടെ ഡെഫിനിഷൻ ഉണ്ട്, നമ്മുടെ സ്വന്തം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ ഡെഫിനിഷൻ ഉണ്ട്. അതും കൂടെ ചേർത്തിട്ടാണ് ഫസ്റ്റ് ഇനീഷ്യൽ പാർട്ടിൽ കോസ്റ്റ് ഓഡിറ്റ് എന്താണെന്ന് പറയുന്നത്. പിന്നീട് മെയിനായിട്ട് കോസ്റ്റ് ഓഡിറ്റിൻ്റെ സ്കോപ്പ് പറയാനുണ്ട്. കോസ്റ്റ് ഓഡിറ്റ് എന്തിനൊക്കെയാണ് നമുക്ക് കോസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ കോസ്റ്റ് ഓഡിറ്റ് എന്തൊക്കെ ഏരിയാസാണ് മെയിനായിട്ട് കവർ ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ്. മെയിനായിട്ട് ഒരു കമ്പനിയിൽ കോസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഡിറ്റ് മെയിനായിട്ട് കോസ്റ്റ് കൺട്രോൾ പർപ്പസിന് വേണ്ടി നമ്മൾ കോസ്റ്റ് ഓഡിറ്റ് ഉപയോഗിക്കും. സെല്ലിംഗ് പ്രൈസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി പ്രോഫിറ്റ് മാർജിനെ കുറിച്ചും സെല്ലിംഗ് പ്രൈസിൻ്റെ ഡിറ്റർമിനേഷനെ കുറിച്ചും, അതേപോലെ വേരിയസ് ടൈപ്പുള്ള ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് വേണ്ടി നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് പെർഫോമൻസ് എത്രമാത്രമാണ് എന്നതിനെക്കുറിച്ച് അനലൈസ് ചെയ്യാൻ വേണ്ടി, ബഡ്ജറ്ററി കൺട്രോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി, വേസ്റ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി. മിക്കപ്പോഴും നമുക്ക് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ചിലപ്പം വേസ്റ്റ് വരാറുണ്ട്. കൂടുതലും വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ അഡ്വേഴ്സായിട്ട് ബാധിക്കും. അപ്പോൾ ആ വേസ്റ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യാം, വേസ്റ്റ് എങ്ങനെ മിനിമൈസ് ചെയ്യാം, ആ വേസ്റ്റിനെ എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നതിനെക്കുറിച്ച്, അതേപോലെ ഇൻവെൻട്രി വാല്യൂഷനെ കുറിച്ച്, ഓവറോൾ നമ്മുടെ ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസിയും ഇമ്പ്രൂവ്മെൻറ്റ്സും എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മുടെ കോസ്റ്റ് ഓഡിറ്റ് കവർ ചെയ്യുക. അതുകൊണ്ട് കോസ്റ്റ് ഓഡിറ്റിനെ വിളിക്കുന്നൊരു പേരുണ്ട്, പ്രൊപ്പറേറ്ററി ഓഡിറ്റ് എന്ന് വിളിക്കുന്ന പേരിൽ അറിയപ്പെടും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇൻകർ ചെയ്തിരിക്കുന്ന കോസ്റ്റ് സ്റ്റാൻഡിംഗ് ഡോക്യുമെൻ്റ് ആയിട്ടുള്ള വൗച്ചറിനെയും ഇൻവോയ്സിനും പ്രകാരം ഈ കോസ്റ്റ് കറക്റ്റാണോ അല്ലയോ എന്ന് വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ്. പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റിനെ മുൻനിർത്തി ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ പ്രൊപ്പറേറ്ററി ഓഡിറ്റ് എന്ന് പറയാം. സോ ഇത് കവർ ചെയ്യുന്നത് ഓവറോൾ എഫിഷ്യൻസിയും പെർഫോമൻസുമാണ് മെയിനായിട്ട് കവർ ചെയ്യുക. ദെൻ അതിനുശേഷം ഒറിജിൻ ഓഫ് കോസ്റ്റ് ഓഡിറ്റ് ആണ് അടുത്ത ഏരിയ. ഒറിജിൻ ഓഫ് കോസ്റ്റ് ഓഡിറ്റിൽ കോസ്റ്റ് ഓഡിറ്റ് എങ്ങനെയാണ് ഒറിജിൻ ചെയ്തത്? പണ്ട് നമ്മൾ ഗവൺമെൻറ് ടെൻഡറിൽ കോസ്റ്റ് പ്ലസ് സർട്ടൺ മാർജിൻ എന്ന് വിളിക്കുന്ന സിറ്റുവേഷനാണ് ഗവൺമെൻറ് കോൺട്രാക്റ്റിലൊക്കെ സാധാരണ കേസിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെയുള്ള കോസ്റ്റിനകത്ത് പലതരത്തിലുള്ള മാൽ പ്രാക്ടീസ് ചെയ്ത് പ്രോഫിറ്റ് മാർജിൻ അക്യൂർ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന കോസ്റ്റ് അവിടെ വെരിഫൈ ചെയ്യണം, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ കോസ്റ്റ് ഓഡിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ICWA ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ നമ്മൾ ആദ്യമായിട്ട് ഫോം ചെയ്യാൻ തീരുമാനിച്ചു. 1959 അത് ഫോം ചെയ്തു. ഇതൊക്കെയാണ് ഒറിജിനായിട്ട് പറയാനുള്ളത്. പിന്നെയുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചിട്ടും. ആദ്യമായിട്ട് കോസ്റ്റ് ഓഡിറ്റ് 1965 കോസ്റ്റ് ഓഡിറ്റ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്.
ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സിമൻറ്റിലാണ് ഫസ്റ്റ് കോസ്റ്റ് ഓഡിറ്റ് അപ്ലൈ ചെയ്തത്. അന്ന് കോസ്റ്റ് ഓഡിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നിലനിരുന്ന കമ്പനീസ് ആക്ട് 1956 കമ്പനീസ് ആക്ട്. ആ കമ്പനീസ് ആക്ടിൽ 2 സെഷൻസ് ഇൻക്ലൂഡ് ചെയ്തു. സെഷൻ 233B, സെഷൻ 209 സബ്സെഷൻ 1D എന്ന് വിളിക്കുന്ന 2 സെഷൻസ്. ദെൻ 1965 തൊട്ട് 2008 വരെ കോസ്റ്റ് ഓഡിറ്റ് 44 ഇൻഡസ്ട്രിക്കകത്തായിരുന്നു ആപ്ലിക്കബിലിറ്റി. ബട്ട് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് മൊത്തം ഇൻഡസ്ട്രിയെ 2 കാറ്റഗറിയായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മാൻഡേറ്ററി, നോൺ മാൻഡേറ്ററി. മാൻഡേറ്ററി എന്ന് വിളിക്കുന്ന റെഗുലേറ്ററി ഇൻഡസ്ട്രി ഓവറോൾ ടേൺ ഓവർ 50 കോടി, നോൺ മാൻഡേറ്ററി ഓവറോൾ ടേൺ ഓവർ 100 കോടി. ഇതിൻ്റെ കൂടെ മറ്റൊരു കണ്ടീഷൻ ഉണ്ട്, അത് വരുന്ന ക്ലാസ്സുകളൊക്കെ സംസാരിക്കുന്നതാണ്. ഇപ്പോൾ ബേസ് ആയിട്ട് ഞാൻ പറഞ്ഞതാണ് മാൻഡേറ്ററി, നോൺ മാൻഡേറ്ററി എന്ന് വിളിക്കുന്ന 2 രീതിയിലാണ് നമ്മളിപ്പോൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ദെൻ എന്തിനാണ് ഇന്ത്യയിൽ കോസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക? കോസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്തുകൊണ്ട് എന്ത് റെലവൻസ് ആണ്, എന്ത് അഡ്വാൻറ്റേജ് ആണ്, എന്തിനാണ് നമ്മൾ കോസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക? വേരിയസ് റീസൺസ് ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ ക്ലാസ്സിൽ സംസാരിക്കുന്നതാണ്. മെയിനായിട്ട് പ്രൈസ് കൺട്രോൾ മെക്കാനിസം. നമുക്കൊരു പ്രോഡക്റ്റ് മുകളിൽ പ്രൈസ് കൺട്രോൾ ചെയ്യണം. പ്രൈസ് കൺട്രോൾ മെക്കാനിസം കൊണ്ടുവരാൻ വേണ്ടി ടാരിഫ് ആൻഡ് ടാക്സേഷൻ പോളിസി, ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടിയുടെ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട സിറ്റുവേഷൻ, ആംസ് ലെങ്ത് പ്രൈസിൻ്റെ കമ്പ്യൂട്ടേഷൻ പർപ്പസിന് വേണ്ടി, പ്രൊവൈഡിങ് എക്സ്പോർട്ട് ഇൻസെൻറ്റീവ്, സബ്സിഡീസ്, ഗ്രാൻഡ്, അതേപോലെ എക്സ്പോർട്ട് ലൈസൻസ് കാര്യങ്ങളൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി, ഓവറോൾ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി, വേരിയസ് സ്റ്റെപ്പുള്ള ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് വേണ്ടി. ഇത് കൂടാതെ ഒരു കമ്പനി കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇതുമായി ബന്ധപ്പെട്ട് ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടിയുടെ കേസും ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. കോസ്റ്റ് ഓഡിറ്റിൽ 2 ടൈപ്പുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് കോസ്റ്റ് ഓഡിറ്റിനുള്ളത്. ഒന്ന് ജനറൽ ഒബ്ജക്റ്റീവ്സും സോഷ്യൽ ഒബ്ജക്റ്റീവ്സും. കോസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്താൽ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാം? നമുക്ക് 2022 സിലബസിലെ ഫസ്റ്റ് എക്സാമിന് ഒബ്ജക്റ്റീവ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സാമിന്. പിന്നീട് ലീഗൽ ഫ്രെയിംവർക്കാണ്. കോസ്റ്റ് ഓഡിറ്റുമായി ബന്ധപ്പെട്ട് കമ്പനീസ് ആക്ട് 2013 എന്തൊക്കെയാണ് ലീഗൽ പ്രൊവിഷൻസ് ഉള്ളത്? ആ ലീഗൽ പ്രൊവിഷൻസ് ആണ് പറയുന്നത്. അതിൽ സെഷൻ 2 സബ്സെഷൻ 13, സെഷൻ 128, സെഷൻ 147, സെഷൻ 148 തുടങ്ങിയ സെഷൻസ് അവിടെ പറയുന്നുണ്ട്. ആ സെഷൻസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് സെഷൻ 2 സബ്സെഷൻ 13 കുറിച്ചും സെഷൻ 128 കുറിച്ചും അതേപോലെ തന്നെ സെഷൻ 147 പണിഷ്മെൻറ്റ് ഫോർ പെനാലിറ്റി, പണിഷ്മെൻറ്റ് ആൻഡ് പെനാലിറ്റി കുറിച്ചും. ദെൻ ഇത് കൂടാതെ സെഷൻ 139 to 146, സെഷൻ 139 to 146 കമ്പനീസ് ആക്ടിൻ്റെ സെഷൻ 139 to 146 ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഇവിടെ 147 പ്രകാരം പെനാലിറ്റി ഇമ്പോസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച്. ദെൻ ഇത് കൂടാതെ തന്നെ സെഷൻ 148 കമ്പനീസ് ആക്ട് പ്രകാരമുള്ള കോസ്റ്റ് ഓഡിറ്റിൻ്റെ പ്രൊവിഷൻസ് ഉണ്ട്. ആ പ്രൊവിഷൻസ് ആണ് പിന്നീട് ഈ ഏരിയാസിൽ ഡിസ്കസ് ചെയ്യുന്നത്, പ്രൊവിഷൻസിനെ കുറിച്ചിട്ടാണ്. ദെൻ ഇതിൻ്റെ അവസാനം ഇത് ഏരിയ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. നമുക്കറിയാം ഒരു കമ്പനിയിൽ കോസ്റ്റ് ഓഡിറ്റർ എന്ന് പറയുമ്പോൾ, കോസ്റ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണ്. മെമ്പർഷിപ്പ് പ്ലസ് COP ആണ് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ബാക്കിയുള്ള ഒരുപാട് ഡിസ്ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ആ ഡിസ്ക്വാളിഫിക്കേഷൻസ് ആണ് പിന്നീട് ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ക്ലാസ്സിൻ്റെ ഒരു ഓവറോൾ വ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തത്. ഇനി വരും ദിവസങ്ങളിൽ സൗണ്ട് ക്ലാരിറ്റി, വീഡിയോ ക്ലാരിറ്റി എല്ലാം കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ എൻ്റെ റെക്കോർഡ് ക്ലാസ്സസ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. താങ്ക് യു സോ മച്ച്.